മോസ്റ്റ് ഓഫ് ദ വൺ പീസ് ഫാൻസിനുള്ള ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് ഡബിൾ ഫ്രൂട്ട് ആണോ അത് ഹാക്കി യൂസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളതെന്ന്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മളുടെ ആനിമേ സീരീസിലെ രണ്ട് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹാക്കി യൂസേഴ്സ് ആണ് ഷാങ്ക്സും മീഹോക്ക് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ വെപ്പണായിട്ട് വരുന്ന സോഡാണ്. അവർ സോഡിൽ ഹാക്കി ക്ലാഡ് ചെയ്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ബഗ്ഗീനെ മറൈൻ ബോഡി വെച്ചിട്ട് മിഹോക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു കാര്യം, മിഹോക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബഗ്ഗിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല. കാര്യം ബഗ്ഗിയുടെ ഡബിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് കട്ട് ഫ്രൂട്ട് ആണ്. അതുകൊണ്ട് ഹാക്കി യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ബഗ്ഗിക്ക് യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ലൂഫിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ലൂഫിയുടെ ഒരു ബ്രോക്കൺ ഡോട്ട് ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇമാജിനേഷൻ ആണ് അതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം പവർഫുൾ ആയ ഡോട്ട് ഫ്രൂട്ടുകൾ വെച്ച് കമ്പയർ ചെയ്ത് ഹാക്കി കുറച്ച് ലാക്ലസ്റ്റർ ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ അനിമെ തുടങ്ങുന്ന സമയം തൊട്ട് നമ്മളുടെ ആ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ തൊട്ട് എല്ലായിടത്തും നമ്മൾ കേട്ടുവരുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേരുണ്ട്. അതായത് ഗാർപ്പ്, അങ്ങനെ റോജർ, ഷാങ്ക്സ്, മീഹോക്ക്, ഇതുപോലുള്ള മിക്ക പൈററ്റ്സും അവര് സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറായിട്ട് മാറിയിട്ടുള്ളത് അവരുടെ ഹാക്കി യൂസ് കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ഫ്രൂട്ട് യൂസേഴ്സിനെ പോലും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മെയിൻ വെപ്പൺ എന്ന് പറയുന്ന വൺ ഓഫ് ദ മെയിൻ വെപ്പൺസ് എന്ന് പറയുന്നത് ഹാക്കി തന്നെയാണ്. ഈ ഹാക്കി യൂസ് ചെയ്ത് ഈവൻ ലോക്കിയ ടൈപ്പിനെതിരെ പോലും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അപ്പോൾ ഹാക്കിയുടെ പ്രത്യേകത. അപ്പോൾ ഹാക്കിയും ഡബിൾ ഫ്രൂട്ടും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹാക്കിക്ക് കുറച്ചെങ്കിലും നമുക്ക് ഡ്രോബാക്ക് ആയിട്ട് ചില സ്ഥലങ്ങളിൽ തോന്നിയെങ്കിലും, പക്ഷേ ഡബിൾ ഫ്രൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹാക്കി എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്.